പ്രിയപ്പെട്ട അച്ഛൻ ഒരു വലിയ തീമാണ് തന്നത് കേട്ടോ. എന്തോ അതിൻ്റെ പേരെന്തോ കേട്ടില്ല, ഇച്ചിരി കൂടെ ഉറക്കെ പറയാമോ? ടെക്ന. അപ്പം ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു എന്താണ് ഈ ടെക്ന എന്താണ്. അപ്പം അതിൻ്റെ അകത്തൂടെ പല അർത്ഥങ്ങളുണ്ട് കേട്ടോ ടെക്നയ്ക്ക്. എന്നിട്ട് ഞാനിങ്ങനെ എല്ലാ അർത്ഥങ്ങളും മനസ്സിൽ കുറിച്ച് വെച്ചുകൊണ്ട് വന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇതിൻ്റെ അർത്ഥം എന്തോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ എന്തുവാ? കേട്ടില്ല. ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ. അത് കഴിഞ്ഞപ്പോഴാണ് തൊട്ട് താഴെ അച്ചാച്ചൻ മറ്റൊരു വാചകം കൂടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തോ ആണത്? ബെസ്റ്റ് വിത്ത് ഗോഡ്. ദൈവത്തിൻ്റെ മക്കൾ ബെസ്റ്റ് വിത്ത് ഗോഡ് ഓർ ബെസ്റ്റ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി ബെസ്റ്റായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പ്രിയപ്പെട്ട പ്രവീൺ സാറ്, പ്രിയപ്പെട്ട അച്ഛന്മാരൊക്കെ നൽകിയതെല്ലാം ബെസ്റ്റ് ഫോർ ഗോഡ് ഓർ ബെസ്റ്റ് വിത്ത് ഗോഡ്. അതുകൊണ്ട് ഇന്നത്തെ ഈ 1 മണിക്കൂർ സെഷൻ നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാൻ ഈ ടെക്ന ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഡാൻസ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ, ഈ ചേച്ചിമാരുടെയൊക്കെ ഡാൻസ്, നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ പാട്ട്. അച്ഛാ പോൽ ഇവിടെ നിൽക്കണേ. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു ഐസ് ബ്രേക്കിംഗ് ആണ്, ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ തുടങ്ങാൻ പോവാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്നത്, അപ്പോഴാണ് ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ കമ്പനി ആയാൽ 1 മണിക്കൂർ സമയം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചു നാടകം കളിക്കും, ഒരു കൊച്ച് ആക്ടിവിറ്റി ചെയ്യും. ഞാൻ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക്. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ ഇടയാവണം. അതുകൊണ്ട് തുടങ്ങാം. സേ ഹലോ. പോരാ പോരാ പോരാ, ഇങ്ങനൊന്നും പോരാ. സേ ഹലോ. ഓക്കെ, വെരി ഗുഡ്, നൈസ്. അപ്പൊ ഇനി ഹലോ വെക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി ഒരു ഹലോ വെച്ച് സേ ഹലോ. ഈ പുറകിലിരിക്കുന്ന കുട്ടികൾ തീരെ അനുസരണയില്ലാത്ത കുട്ടികളാണ്. സേ ഹലോ. ഓ വെരി ഗുഡ്, നൈസ്. ഇന്ന് ഉറക്കെ 2 കൈയൂടെ ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് സേ ഹലോ. ഓ നൈസ് വർക്ക് കേട്ടോ, സൂപ്പറാണ്. അപ്പൊ 1ാമത്തെ വാക്ക് പഠിച്ചു കഴിഞ്ഞു. ഇനി 2ാമത്തെ വാക്കിലേക്ക് പോകുന്നു. ഹൂല. ഊള അല്ല, എനിക്ക് മനസ്സിലായി. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇവിടെ ഊള എന്നൊക്കെ വിളിച്ചു തുടങ്ങി. ഹൂല. ഒന്നുകൂടെ പറഞ്ഞേ, ഉറക്കെ ഒന്നുകൂടെ. ഓക്കെ, ജാംബോ. ബോണ്ടിയ. ഇപ്പൊ എന്തോ ഓർമ്മ വന്ന്? ബോണ്ട. എനിക്ക് മനസ്സിലായി, എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. നമ്മുടെ പട്ടം ജംഗ്ഷനിലുള്ള ചന്ദ്രൻപിള്ള ചേട്ടൻ്റെ ബോണ്ട ആണോ? അല്ല, ഇറ്റ്സ് ബോണ്ടിയ. മീൻസ് ബോണ്ടിയ ഇറ്റ്സ് എ ചൈനീസ് വേർഡ് ആണ്. അത് കഴിഞ്ഞ് അലോഹ, നമസ്തേ, സേഷാലോം, ഇക്കനേവ. ഇത്രയേ ഉള്ളൂ. ഈ ടെക്നായി വന്നിരിക്കുന്ന ഇറ്റ കാര്യത്തിനാ. We have come in the name of the Lord to praise His great holiness. വല്ല മനസ്സിലായോ? സന്തോഷായി. ഉറക്കെ ഒന്ന് പറഞ്ഞ്, we have come in the name of the Lord to praise His great holiness. അപ്പം നമ്മൾ തുടങ്ങാൻ പോവാണ്. ഒറ്റവട്ടം ആദ്യം പാടും, വളരെ സ്പീഡ് കുറച്ചായിരിക്കും പാടുന്നത്. അത് കഴിയുമ്പോൾ ഡാൻസ് ഉണ്ടാവും. ഇതിൻ്റെ ഓഡിയോ വിട്ടേക്കണം. ഓഡിയോ, യാ. Clap your hands to the rhythm. CSI, come on. Stop. പോരാ പോരാ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് say hello, hello, hula, hula, jambo, jambo, bondia, bondia, aloha, aloha, namaste, namaste, say shalom, say shalom. Ikaneyaba. We have come in the name of the Lord to praise His great holiness. We have come in the name of the Lord to praise His great holiness. തുടങ്ങാം. Say hello, hula, jambo, bondia, aloha, namaste,
Say shalom. Ignayava. We have come in the name of the Lord to praise His great holiness. Loud, loud. We have come in the name of the Lord to praise His great holiness. To praise His great holiness. പഠിച്ചോ? Okay, ഒരു പ്രാവശ്യം കൂടെ. Say hello. അച്ഛാ, ഇവിടെ എത്ര പേര് 1000 ചില്ലുവാനം പേരിരിക്കുന്നിടത്ത് ഐസക് അച്ഛൻ എന്നോട് പറഞ്ഞത് അച്ഛൻ്റെ പിള്ളേർ ഒരു സംഭവമാണ്. പക്ഷെ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഒന്നുകൂടെ നോക്കാം, അച്ഛൻ വിഷമിക്കണ്ട. അതാരാ കൂട്ടടിച്ച്? ഓക്കെ, ഒന്നും ചെയ്യണ്ട കേട്ടോ, പോട്ടെ. ഓക്കെ, സേ ഹലോ. എടി കൊച്ചേ, അവളുടെ പേരെന്തോന്ന് വെച്ചാ? ആൽഫിയ. ബാ, ഇങ്ങോട്ട് വന്ന സമയത്ത് ഇതൊന്നും അല്ലായിരുന്നല്ലോ നീ പറഞ്ഞ പിള്ളേർ സംഭവമാണെന്ന്. പിള്ളേർ ഇപ്പൊ നോക്കിയോ അച്ഛൻ? ഒന്നുകൂടെ നോക്കട്ടെ. പിന്നല്ല. സേ ഹലോ. അത്രയൊന്നും വേണ്ട, മെതുവ. സേ ഹലോ. ഞാൻ ഈ സൈഡിൽ നിൽക്കുന്നുണ്ടോ? ഇവിടെ മാത്രമേ ഉള്ളൂ ശക്തി, ആ സൈഡിൽ പറയൂലേ? ആര് പറയുമോ? ഉഷാറായിട്ട് ഇത്തിരി പറ. ഓക്കെ, റെഡി? ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. സേ ഹലോ. കണ്ടോ? വരുന്നുണ്ട് അല്ലേ? പിന്നല്ല. ഹൂല. സൂപ്പർ ആയിട്ട്, താങ്ക് യു. ഞാൻ അച്ഛൻ പറഞ്ഞെല്ലാം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. നീ എവിടെ പോവാ? ഓക്കെ, അടുത്ത ജാംബോ, ബോന്ദിയ, അലോഹ, നമസ്തേ, സേ ഷാലോം, ഇക്കനേയവ. We have come in the name of the Lord to praise His great holiness. We have come in the name of the Lord to praise His great holiness. കൊച്ചു ആക്ഷനാണ് കേട്ടോ മോളെ, പാടാ. ഓക്കെ, തൊട്ടടുത്തിരിക്കുന്ന ആൾക്കൊരു ഷെയ്ക്കാൻ്റെ കൊടുത്തേ. ഭാര്യയും ഭർത്താവും ആകട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ഇന്നുകൊണ്ട് പിണക്കം മുഴുവൻ തീരണം. ഓക്കെ, കൊടുക്കുന്നില്ലേ? കൊടുത്തോ, പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കി, എന്നിട്ടൊന്ന് ചിരിക്ക് ആദ്യം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞേ, ഹലോ. വൺസ് മോർ, ഹലോ. ഓക്കെ, ഇനി ഇങ്ങനെ പറഞ്ഞേ, സേ ഹലോ. ഇനി ഹലോ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് കൈ കൊടുക്കുക, അതിനുശേഷം ഇങ്ങനെ താഴേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ ചേച്ചി കാണിച്ചു തരുമോ? അതെ, ചേച്ചി റെഡി? 1 2 3 സ്റ്റാർട്ട്. സേ ഹലോ. സൂപ്പർ ആട്ടോ, ചേച്ചിക്ക് ഒരു നല്ല ക്ലാപ്പ് കൊടുത്തേ. നൈസ് ആയിട്ട്. അപ്പൊ ഇനി നിങ്ങൾ ഐസക് അച്ഛൻ അവിടെ നിന്ന് പറയണ ഇരുന്ന് ചെയ്യും. മോളെ നീയും പാടും. അച്ഛാ വാച്ചാ, ഐസക് അച്ഛൻ നമുക്ക് വിളിക്കാം, കേറിന്നോ. ഓക്കെ, ഒന്നുകൂടെ അച്ഛാ അങ്ങോട്ടൊന്ന് പിടിച്ചോ, ഒന്നുകൂടെ നടക്കാം. റെഡി? സ്റ്റെപ്പ് ഷേക്കാൻ്റെ കൊടുക്കുക. കിട്ടിയല്ലോ എല്ലാവരും അല്ലേ? ഓക്കെ, സേ ഹലോ. ഹൂല. ചേച്ചി ഓക്കെ, ഞാനും അച്ഛനോട് നിന്നോളാം. മനസ്സിലായി? ഓക്കെ ഓക്കെ, ചേച്ചി എടുത്തോ. ഓക്കെ, ഇനിയും കിട്ടിയില്ല എന്ന് പറഞ്ഞാലോ, അതാണ് ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് തുടങ്ങാം. സേ ഹലോ. നിങ്ങളെല്ലാവരും 2 ഉണ്ടക്കണ്ണ് തള്ളി എന്നെ നോക്കി ഇരിക്കാനല്ല പറഞ്ഞത്, തമ്മി ചെയ്യാനാ പറഞ്ഞത്. ഓക്കെ, 2 പേരും കൂടി ഇരിക്കുക. ഓക്കെ, റെഡി? സേ ഹലോ. ഹൂല. ഇത്രയും കിട്ടി അല്ലേ? ജാംബോ എന്ന് പറയുന്ന സമയത്ത് തലയിൽ ഒരു തൊപ്പി ഉണ്ടെന്ന് ഇമാജിൻ ചെയ്ത് മേളിലോട്ട് തൊപ്പി പൊടിക്കുക. ജാംബോ. യെസ്. ഇപ്പൊ 3 സ്റ്റെപ്പായി. ഒന്നുകൂടെ ആദ്യം മുതൽ. റെഡി? 1 2 3 സ്റ്റാർട്ട്. സേ ഹലോ. ഹൂല. ജാംബോ. ബോണ്ടിയ. ഷോൾഡർ ടു ഷോൾഡർ. പതുക്കെ ഒന്ന് തലോടിക്ക്. മെതുവ. നിന്നോട് അവന്റെ മണ്ട അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞോടാ. എടാ മെതുവ തലോടുങ്കോ. ഓക്കെ, മെതുവ. ബോണ്ടിയ. ഇച്ചിരൂടെ കൂട്ടിക്കേ സൗണ്ട്. ബോണ്ടിയ. വായും കൊണ്ടല്ല, പുറത്തെ അടിയുടെ സൗണ്ട്. ബോണ്ടിയ. ഓക്കെ, മതി. ഓക്കെ, ഞാൻ അടുത്ത്. ഹലോ.
നമസ്തേ നമസ്തേ. സേ ഷാലോം. രണ്ടുപേരോട് കുഞ്ഞുണ്ട്. അച്ഛൻ എന്നെ അനുഗ്രഹിക്കേ. ഒരാൾ അനുഗ്രഹിക്കണം. ഞാൻ അനുഗ്രഹിക്കാം. ചേച്ചി അനുഗ്രഹിച്ചായിരുന്നു. നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്തുവായിരുന്നു? ഓക്കെ. എന്ത് രസമായി. ഇഖനേവാന്ന് പറയാൻ ഇത്രയുള്ള സംഭവം. ഇത്ര ആക്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഐസക്കച്ചൻ പഠിച്ചാൽ കയറിക്കോണം. ഞാൻ പാടാൻ കയറും. ഓക്കെ. അതിനുശേഷം ഇങ്ങനെയാണ് പാടുന്നത്. We have come in the name of the Lord. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡാൻസ് ചെയ്തോണം, ചാടിക്കോണം, മറിഞ്ഞോണം. ഓക്കെ, റെഡിയാണോ? റെഡി. ഓക്കെ, ടെക്ന റെഡിയാണോ? ഓൾ സ്റ്റാൻഡ് അപ്പ്, ഇൻക്ലൂഡിംഗ് കുട്ടികൾ, പേരൻസ്, അച്ഛന്മാർ, സുവിശേഷകർ എല്ലാവരും കൂടെ ചേർന്ന്. സോ ലെറ്റ്സ് സെലിബ്രേറ്റ്. വി പ്രൈസ് ടു താങ്ക് ടു ഗോഡ്. ഓക്കെ, ആ ബാക്ക് സൈഡിൽ ഞാൻ കാണുന്നില്ല. എല്ലാവർക്കും എഴുന്നേക്കാം. ഓക്കെ, മ്യൂസിക്കിനോട് കൂടെ പോവാം. നമുക്ക് ആദ്യം ഏത് പാട്ടാ പാടണ്ടേ? ദൈവകൃപ മതി. ഓക്കെ, നിങ്ങൾ ഉറക്കെ പാടണേ ദൈവകൃപ. ഓക്കെ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. ഹലോ ഹലോ ഹൂലാ ഹൂലാ ജംബു ജംബു ബോണ്ടിയ ബോണ്ടിയ അലോഹ അലോഹ നമസ്തേ നമസ്തേ സിഷാലോം സിഷാലോം. ഇഖനേവാ. We have come in the name of the Lord to praise His holiness. We have come in the name of the Lord to praise His holiness. Once more, say hello, hello, hula, hula, jambu, jambu, bondia, bondia, aloha, aloha, namaste, namaste, say shalom, say shalom. Igneva, we have come in the name of the Lord to praise His holiness. We have come in the name of the Lord to praise His great holiness. We have come in the name of the Lord to praise His holiness. We have come in the name of the Lord to praise His great holiness. To praise His great holiness. Thank you. Thank you. നല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷം. സോ ടെക്ന 2026 the children of God. എന്തോന്നൊന്ന് വിളി കേൾക്കണേ. Children of God. Children of God. I said you children of God. Okay. അച്ഛൻ ഒരു കൊച്ചു ചോദ്യം ചോദിക്കാം. Okay. That question is, എന്താണ് ജീവിതം? വാട്ട് ഈസ് ലൈഫ്? എനിക്കിങ്ങനെ ഇത്രയും പേരുടെ ഇടയ്ക്കും ഇങ്ങനെ സ്കെച്ച് എഴുന്നേറ്റ് ധൈര്യപൂർവ്വം പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ലൈഫ്? നീ കയ്യപ്പെടേ, നല്ല ക്ലാപ്പ് കൊടുത്തോ, ഓടിക്കോ. പാടി പാടി. പേര് പറ. Angelina and Celine. Come on. ഓക്കെ. ഏഞ്ചൽ ഓടിയപ്പോൾ ഞാൻ മറന്നുപോയി. എന്താണ് ജീവിതം? അല്ല 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 നിന്റെ പേര് മറന്നുപോയി. ഓക്കെ. ഏഞ്ചൽ കുട്ടി, വാട്ട് ഈസ് ലൈഫ്? ദൈവം തന്ന സമ്മാനം. അച്ഛാ, ഞാൻ കുറച്ച് സമ്മാനം അച്ഛന് തരാം.
എടുത്തില്ലേ അച്ഛാ? എടുത്തില്ലേ അച്ഛാ? യെസ് അച്ഛക്ക് ഇതെൻ്റെ ഒരു കാർഡാണ്, അച്ഛൻ കൊടുത്തോണം. പക്ഷേ ഏഞ്ചലിലേക്ക് അച്ഛൻ പേന കൊടുത്താൽ മതി. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാമോ? താങ്ക് യു. ഇത് പിടിച്ചോ അച്ഛാ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് തരുന്നതെല്ലാം ഈ അധ്യക്ഷപദം അലങ്കരിച്ച സമയത്ത് പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വേദപുസ്തകം അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്, അത് വായിക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ബൈബിൾ കാർഡാണ്. ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് വായിക്കാനുള്ളത് മുഴുവൻ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ, അത് വായിക്കണം. ഓക്കെ, താങ്ക് യു ഏഞ്ചല കുട്ടി. താങ്ക് യു. വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചപ്പം ദ ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് അല്ലേ? ആണല്ലോ. എന്നാൽ അച്ഛൻ ഒരാളെ കാണിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് നാളുമൊന്നും എനിക്കറിയില്ല. ഇതാണ് പുള്ളിക്കാരനെ. സൂക്ഷിച്ച് കാണാം. ഓക്കെ, കിണിക്കുക. പുള്ളിക്കാരൻ രാവിലെ കതവൊക്കെ പൂട്ടി അങ്ങോട്ട് ഇറങ്ങുകയാണ്. അയ്യോ അദ്ദേഹത്തിൻ്റെ എന്തോ പറ്റിയിട്ടുണ്ട്. ഓക്കെ അല്ലേ അച്ഛാ? എന്തോ പറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാമേ. അയ്യോ, ഈ പുള്ളിക്കാരൻ്റെ പേരാണ്. എൻ്റെ പേരും പുള്ളിയുടെ പേരും ഒരു പേരാണ്. ഞാനാണോ? ആ കഥാപാത്രവും ഈ കഥാപാത്രവും തമ്മിൽ യാതൊരു ഞാനാണ് കേട്ടോ. ഒരു ദിവസം രാവിലെ ഇറങ്ങിയതാണ്. അന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, മഴ പെയ്ത് കിടക്കുകയാണ്, ഇറങ്ങുമ്പം സൂക്ഷിച്ചിറങ്ങിക്കോണം, അവിടെ ഒരു മാറ്റ് കിടപ്പുണ്ട്, അത് തെറ്റുന്ന മാറ്റാണ്. എന്തൊക്കെയാണ് പറഞ്ഞു സാറേ? കുറച്ചു നേരം ആയാലും വായി നോക്കുന്നത്, എന്തേലും പറ. അവിടെ ഒരു മാറ്റ് കിടപ്പുണ്ട്. താങ്ക് യു. മഴ പെയ്ത് നനഞ്ഞു കിടക്കുകയാണ്. അയ്യോ, തെന്നും പിടിച്ച അടുത്ത അച്ഛനാക്കിക്കോണം. ഓക്കെ, പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇപ്പം മോള് പറഞ്ഞ പോലെ ലൈഫൊക്കെ ദൈവം തന്ന വലിയ ദാനം അല്ലേ? പക്ഷേ അത് പലപ്പോഴും നമ്മൾ മറന്നു പോയിട്ട് എല്ലാ കാര്യവും മറക്കും. ദൈവത്തെ മറക്കും, ഭാര്യയെ മറക്കും, മക്കളെ മറക്കും. പിന്നെ ആരെ മറക്കൂടി? പറടി, എന്തേലും പറടി. നമ്മളെ തന്നെ മറക്കും, പോയിട്ട് അടിച്ചു കുത്തി അങ്ങ് വീഴും അല്ലേ? ആരടാ അങ്ങനെ ചിരിച്ചേ? ഞാൻ പറയുമ്പോഴേ നീ ഇനി വാ തുറക്കാവും. ഓക്കെ, ദ ലൈഫ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. പക്ഷേ അച്ഛന് ഈ ഒരു സെഷൻ, ഈ ടെക്ന തുടങ്ങുമ്പം പേരൻസും ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദ ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദിസ് ഈസ് എ റിയൽ ആൻസർ. ഓക്കെ, ബട്ട് വൺ തിങ്, ദ ലൈഫ് ഈസ് ലോട്ട് ഓഫ് അപ്സ് ആൻഡ് ദ ലോട്ട് ഓഫ് ഡൗൺസ് ഉള്ളതാണ്. ശരിയാണോ തെറ്റാണോ? ഇടയ്ക്ക് അടിച്ചു കുത്തി വീഴും, ശരിയാണ്. ഇടയ്ക്ക് അച്ചാച്ചൻ അവളെങ്ങോട്ട് ഓടി. ദിസ് ഈസ് എല്ലാം ലൈഫാണ് അല്ലേ? പക്ഷെ ഇതെല്ലാം തന്നതാരാ? അപ്പം വീഴ്ച ആരാ തന്നെ? അച്ഛനെ എന്നെ ആരും വിളിക്കുന്നു അവിടെ നിന്ന് സാത്താനെന്ന്. സാത്താൻ തന്നാണോ വീഴ്ച? ആണോ? അല്ല. പിന്നെ ആര് തന്ന? എന്തിനാ ദൈവം തരുന്നേ? എന്തോ വരുന്നുണ്ട് മക്കളെ. ടീച്ചർ ഒന്ന് ഇങ്ങോട്ടൊന്ന് വരുമോ? അച്ഛാ, ഞാൻ ടീച്ചറിനെ വിളിച്ചോട്ടെ. ഒരു വലിയ തിയോളജി പറഞ്ഞു. ടീച്ചറെ മുമ്പോട്ട് വരുമോ? എന്നാ ടീച്ചർ എന്തോ പറഞ്ഞേ? എന്തോ ഭാര്യ പറഞ്ഞാൽ അനുസരിക്കാത്ത കെട്ടിയോമാർ. അത് പറഞ്ഞപ്പോഴത്തേക്കിന് ഇവിടെ മുമ്പിലിരിക്കുന്ന കെട്ടിയോളന്മാരെല്ലാം കൈയടിക്കുന്നു. ലൈഫ് ഈസ് ലോട്ട് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അതുകൊണ്ട് അടിച്ചു കുത്തി വീഴുന്നു. ആണോ? ആയിരിക്കും അല്ലേ? രക്ഷപ്പെട്ടു, കുടുംബമൊക്കെ ഉടനെ. എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, ഇതൊരു ഗിഫ്റ്റ് ഫ്രം ഗോഡാണ്, ദൈവത്തിൽ നിന്ന് കിട്ടിയ ദാനാണ്. പക്ഷേ അതിനിടയ്ക്ക് വീഴ്ചയുണ്ട്, അതിനിടയ്ക്ക് കണ്ണുനീരുണ്ട്, അതിനിടയ്ക്ക് ചിരിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ടെക്ന, ദ ചിൽഡ്രൻ ഓഫ് ഗോഡിനോട് ഒരു ചോദ്യം, അത് അച്ചാച്ചൻ അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ലൈഫ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ് ടു യു. അത് വരുമായിരിക്കും അല്ലേ? കുഴപ്പമില്ലല്ലോ. ദ ലൈഫ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ് ടു യു.
The next question to Tekna or this CSI സഭയിലെ ബാക്ക് ബോൺസ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളോട്, യുവതി യുവാക്കളോട്, ടീച്ചേഴ്സിനോട് ചോദിക്കാനുള്ളത്, the other question is, what will we do our life to God? നമ്മുടെ ജീവിതം കൊണ്ട്, പറയൂ, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് നാം എന്ത് കൊടുക്കുന്നു? What will we give our life? What will we give with our life to God? ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അതിനുത്തരം കണ്ടെത്തുന്നതാണ് ഈ ടെക്ന. എനിക്ക് തന്ന സമയം ഇനിയും കുറച്ച് സമയമേ ഉള്ളൂ. അതിനകത്ത് വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് രണ്ട് പേരെ, ഒറ്റ ഒരാളുടെ ചരിത്രം മാത്രം പറഞ്ഞ് ധ്യാനം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുക. വേ ടു ബി വിത്ത് ഗോഡ്, ലെറ്റ്സ് സെർച്ച്. നമ്മൾ അന്വേഷിക്കാനായിട്ട് പോവാണ്. നമ്മളൊന്ന് അന്വേഷിക്കാൻ പോവാണ്, എങ്ങനെയാണ് the children of God become the... എടാ കൂട്ടാ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? ഫ്രീ ഫയർ. ഫ്രീ ഫയർ. എനിക്കറിയാം ഫ്രീ ഫയർ. അതിനാണോ നീ ഇത്രയും കിടിച്ചത്? താൻ പറഞ്ഞാൽ പോരായിരുന്നു. ഓക്കെ, നമ്മൾ ഈ ബെസ്റ്റ് വിത്ത് ഗോഡിൻ്റെ സമയത്ത് ഇതെല്ലാം നിങ്ങൾ ഇന്ന് പോയി ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്പല്ല. അതങ്ങ് മാറ്റിയേക്കാം അല്ലേ? ഇത് വെറുതെ എന്തിനാ ഇതൊക്കെ? ഓക്കെ, ആ ഒരു ഇമോജിയൂടെ കിടക്കട്ടെ അവിടെ. സി, നമ്മുടെ ചില സമയങ്ങളിലൊക്കെ, നമ്മൾക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ഷൂ എടുത്ത് തന്നെ ഇങ്ങനെ എറിയുന്ന ഒരു സമയം, ബാഗൊക്കെ ഇങ്ങനെ എടുത്തിട്ട് തന്നെ ഇങ്ങനെ എറിയുന്ന സമയത്ത്, ഫാൻസൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചൂരിയിട്ട് കറക്കി ഒറ്റയേറ് നേരെ ടി വിയുടെ അപ്പുറത്തൂടെ അപ്പുറത്തെ സ്റ്റാൻഡിൽ പോയി ഇല്ലേ? അത് കഴിയുന്ന ഉടനെ നമ്മൾ അന്വേഷിക്കുന്ന ഒരു സാധനമുണ്ട്, വേർ ഈസ് മൈ റിമോട്ട്. അപ്പുറത്തേക്ക് ഇവർ വരുന്നത് കാണുമ്പോൾ അപ്പായും അമ്മയും എന്ത് ചെയ്യും? റിമോട്ട് എടുത്ത് കൊണ്ടുപോയി ബാത്റൂമിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെക്കും. അതിനുശേഷം വന്ന ഉടനെ തുടങ്ങും കുത്തോട് കുത്ത. ആരെയായിട്ട് കുത്തുന്ന? റിമോട്ട്. അന്നേരം പപ്പയും മമ്മി എന്തു പറയും? പറയടാ, നിന്റെ അപ്പനും അമ്മയോടെ ഉണ്ടോ? എന്നാ നീ വാ. ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനു പേടിക്കാനോ? ലൈവ് പോകുന്നുണ്ട്, കിട്ടും, വാ. ഓക്കെ, ഇവന്റെ പേരാണ് ആദിദർശൻ. നീ പറ. ആദിദർശൻ. ആദിദർശ. നമ്മൾ ഈ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് ഓടി വരുന്ന സമയത്ത് നമ്മൾ ടി വി ഒക്കെ വെക്കും, അല്ലെങ്കിൽ ഗെയിം എടുക്കും, ഫോൺ തപ്പിയെടുക്കുമ്പോൾ അപ്പ അമ്മ എന്തു പറയും? ഓഫ് ചെയ്ത് വെയ്യടാ, അതിന്റെ കലയില്ല പിടിക്കും. നിന്റെ ഈ കാല് എത്ര വട്ടം നിന്റെ അപ്പനും അമ്മയും തല്ലു പിടിച്ചടാ? പഠിച്ചില്ല. പിന്നെ നിന്റെ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം മുഴുവൻ ഹോസ്പിറ്റലിലായിരിക്കും, തല്ലിപിടിപ്പായിരുന്നു. പക്ഷെ എന്തിനാ നീ ഓടി വന്നാൽ ഉടനെ ഇങ്ങനെ ഇത് ചെയ്യുന്നത്? ഞാൻ ഓടിയൊന്നും കാണൂല. പിന്നെ എപ്പോഴാണ് കാണുന്നത്? വൈകുന്നേരം, രാത്രി. നീ വൈകുന്നേരമാണോ കാണുന്നത്, രാത്രിയിലാണോ കാണുന്നത്? രാത്രി. ഏതാ കാണുന്നത്? എന്തെങ്കിലും. ആദിദർശൻ നല്ലൊരു ക്ലാപ്പ് കൊടുക്കാമോ? താങ്ക് യു. പോയിരുന്നോ? ആദിദർശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും ഇങ്ങനെ ആയിരുന്നു കേട്ടോ. നമ്മൾ ശ്രമിക്കുന്നത് ഇതാണ്, നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം ബെസ്റ്റ് ആക്കാനുള്ള ശ്രമമാണ് മൊബൈൽ. നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം ബെസ്റ്റ് ആക്കാനുള്ള സമയമാണ് ഗെയിം. നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം ബെസ്റ്റ് ആക്കാനുള്ള സമയമാണ് ഫോണിൽ കൂടെ അല്ലേ ബെസ്റ്റ് ആക്കാൻ ശ്രമിക്കുക. പക്ഷേ എന്നിട്ടും എന്താ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? ചില പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താ എല്ലാവരും പോയിട്ട്, ചിലവർ ഫാനെ കയറി തൂങ്ങിച്ചത്ത് കളിക്കുന്നു, ചിലവർ ഓടിക്കൊണ്ട് വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ പോയി നെഞ്ചു വിരിച്ച് നിൽക്കുന്നു, ചിലവർ പാലത്തിൻ്റെ മണ്ടയ്ക്കെടുത്തിട്ട് സെൽഫി എടുത്തിട്ട് വെള്ളത്തിൽ ചാടി കളിക്കുന്നു. എന്താ പ്രശ്നം? സിനിമ കണ്ടോണ്ടോ? സോ നൗ അച്ഛൻ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ക്യാരക്ടറിനെ
നിങ്ങളുടെ മുമ്പിലേക്ക് തരിക. സോ സെർമൺ ടൈം. ഇനി എത്ര സമയം അച്ഛാ? കറക്റ്റ് ഞാൻ നിർത്തിക്കോളാം, അച്ഛൻ നോക്കണ്ട. എത്ര? അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞു, അങ്ങനൊന്നും അല്ല അച്ഛൻ പറഞ്ഞേ. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അവർ കേൾക്കണ്ട, എന്നെ തല്ലിക്കൊല്ലും. ഓക്കെ, അപ്പം നിങ്ങൾ സമയമൊന്നും കേട്ടിട്ടില്ലല്ലോ. ഓക്കെ, സെർമൺ ടൈം. ഈ പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പം നിങ്ങൾക്കൊരു ബെസ്റ്റ് ടൈമാണോ? അച്ഛൻ അങ്ങോട്ട് നോക്കച്ചാ. അച്ഛനതിന് അങ്ങോട്ട് നോക്കുന്നത്? ഞാൻ അവരോട് അച്ഛൻ നോക്കല്ലേ. പുറകിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ തിരിഞ്ഞ് നിങ്ങൾ മറുപടി പറയരുത്, അവർ കേൾക്കും. തേണ്ടി ഈ സൈഡിലൊരു അച്ഛൻ ഇരിപ്പുണ്ട്. അച്ഛാ, അച്ഛനും അങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കിക്കോ. ഓക്കെ, അച്ഛൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പം നിങ്ങൾക്ക് എന്ത് തോന്നും? ഉറക്കം. സോ ഹംബിൾ റിക്വസ്റ്റ്. ഇനിയുള്ള സമയം വേദപുസ്തകത്തിലൂടെ യാത്രയാണ്. ടെക്ന എന്ന പേര് കണ്ടുപിടിച്ച അച്ഛൻ. അച്ഛാ, ഉറങ്ങേണ്ടവർ സുഖമായി കിടന്നുറങ്ങുക, പക്ഷേ കൂർക്കം വലിക്കില്ല. ഓക്കെ, അമ്മയ്ക്ക് സന്തോഷമായല്ലേ? അടുത്ത വർഷം എന്നെ കൺവെൻഷന് വിളിക്കാൻ പറയണം. അച്ഛനോട് ഒറ്റവട്ടം വിളിക്കാവൂ. ആണോ? ഈ അമ്മയ്ക്ക് പത്മഭൂഷൺ കൊടുക്കണം. അമ്മ പറയാണ്, എടി പ്രശ്നം ഉണ്ടാക്കാതെ. അച്ഛാ, ഇവിടെ ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് അച്ഛന്മാരുടെ പ്രസംഗം ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ കുറച്ച് പിള്ളേർ പറയും ഉറങ്ങാൻ പറയും. ചിലവരിതുണ്ട് കണ്ടോ, പ്രസംഗം തുടങ്ങുമ്പം അതുവരെ ഒരു കുഴപ്പമില്ലെങ്കിലും പ്രസംഗത്തിന് അച്ഛൻ ആ പുൽപ്പിറ്റിലോട്ട് എഴുന്നേക്കും പറയും, മമ്മി മമ്മി എന്താ വാടി. ഇല്ലെങ്കിൽ ചിലവരുടെ സ്വഭാവം ഉണ്ട്, എന്താണെന്നറിയത്തില്ല, അടിയെന്നൊരു വിശപ്പ് അങ്ങോട്ട് കയറും. ബിസ്ക്കറ്റ് ഉണ്ടോ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വലക്കോട്ടും ഓടാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആർക്കേലും അത്യാവശ്യമായിട്ട് പോകണമെങ്കിൽ വിട്ടോട്ടെ. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത് കയ്യിൽ കാണിക്കണം. ഒന്നാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോണം, രണ്ടാണെങ്കിൽ അച്ഛനോട് വന്നിട്ട് ചോദിക്കണം എവിടെ, എനിക്കറിയാൻ ചോട്ടാ. ഓക്കെ, അതുകൊണ്ട് ഇറങ്ങി ഓടുന്നതിനൊന്നും പ്രശ്നമില്ല. സെർമൺ ടൈമാണ്. ഉറങ്ങാനോ കൂർക്കം വലിക്കരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തെ ഓർത്ത് കൂർക്കം വലിക്കരുത്. ഒരു കൊച്ചു കഥയെന്നാണ് തുടങ്ങാൻ പോണേ. ഓക്കെ, എഴുതിയെടുക്കാനായിട്ട് അച്ഛൻ കഷ്ടപ്പെട്ടൊരു ബുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുത്തൻ അത് ചുരുട്ടി ഈ പൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, PVC. എന്നിട്ട് അവൻ അതിലൂടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, എടാ നിനക്കൊക്കെ PVC ഉണ്ടാക്കി കിടുത്തക്കകത്തോടെ എന്നെ നോക്കാനല്ല, എഴുതിയെടുത്തോണം കേട്ടോ. ഇപ്പോൾ ഓരോരുത്തരെ സ്വർണം വെച്ച പോലെ തേണ്ട പേഴ്സിനകത്ത് എടുത്ത് വെച്ചേക്കുക. സ്വർണം വെച്ച പോലെ പേഴ്സിനകത്ത് എടുത്ത് വെച്ചിരിക്കുക. എഴുതിക്കോണം കേട്ടോ, വലിച്ചു വാരി എഴുതിക്കോണം. അമ്മ എഴുതിക്കോ. ഓക്കെ, ധൈര്യമായിട്ട് എഴുതി. പിന്നല്ല, ഒരു കൊച്ചു കഥയാണ് കേട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊച്ചു കഥ. ഈ കഥ കഴിയുമ്പം ചോദ്യം നിങ്ങളോട് ചോദിക്കും, അപ്പോൾ സമ്മാനം മേടിക്കാൻ തയ്യാറാക്കണം. ഓക്കെ. ഒരു ദിവസം ഒരു 6 വയസ്സുള്ള ഒരു പയ്യൻ കയ്യിൽ 50 രൂപയുടെ നോട്ടുമായി ദൈവത്തെ വാങ്ങാൻ ഇറങ്ങി. ഒരു കടയിൽ ചെന്ന് ചോദിച്ചു, ഇവിടെ ദൈവത്തെ വിൽക്കുമോ? നീ എന്താ ആളെ കളിയാക്കുവാണോ? എന്തോ ഉടായ്പാണെന്ന് വിചാരിച്ച് ആ കടക്കാരൻ ചൂടായി ആ പയ്യനെ കടയിൽ നിന്ന് ഇറക്കി വിട്ടു. പയ്യൻ അടുത്ത കടയിൽ ചെന്നു, അവിടെ നിന്നും ഇറക്കി വിട്ടു. അങ്ങനെ ഓരോ കടയിലും ഇതേ ചോദ്യവുമായി അവൻ കയറി ഇറങ്ങി നടന്നു. സന്ധ്യയായി. അവൻ 70ാമത്തെ കടയിലും കയറി ചെന്നു. ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കണം, ഇവിടെ ദൈവത്തെ വിൽക്കുമോ? 60 വയസ്സ് പ്രായം തോന്നുന്ന ആ മനുഷ്യൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്തിനാണ് നിനക്കിപ്പോൾ ദൈവത്തെ? ഒരാളെങ്കിലും തന്റെ ചോദ്യം കേട്ടല്ലോ എന്ന അത്ഭുതത്തിൽ കുട്ടി നിറകണ്ണുകളോട് പറഞ്ഞു, 3 വർഷം മുമ്പ് എൻ്റെ പപ്പയും മമ്മിയും മരിച്ചുപോയി. അത് കഴിഞ്ഞ് എൻ്റെ അങ്കിളാണ് എന്നെ നോക്കുന്നത്. പക്ഷേ അങ്കിൾ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഇപ്പോൾ ആശുപത്രിയിലാണ്. ഇതുവരെയും ബോധം തെളിഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞു, ദൈവത്തിന് മാത്രമേ നിന്റെ അങ്കിളിനെ രക്ഷിക്കാൻ കഴിയൂവെന്ന്. കുട്ടി വിചാരിച്ചു ദൈവം എന്തോ ഭയങ്കര അത്ഭുതമാണ്. അതുകൊണ്ട് കുറച്ച് ദൈവത്തെ മേടിച്ച്
അങ്കിളിനെ കഴിക്കാൻ കൊടുക്കണം, അങ്കിളിനെ രക്ഷിക്കണം. ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ? കുട്ടിയുടെ നിഷ്കളങ്കത കണ്ട് അയാൾ കുട്ടിയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 50 രൂപ, അവൻ പറഞ്ഞു. ദൈവത്തിന് കൃത്യം ആ വിലയെ വരൂ. ഇത് പറഞ്ഞിട്ട് ഒരു ചെറിയ കുപ്പിയിൽ ഒരൽപ്പം തേൻ അയാൾ ആ കുട്ടിക്ക് നൽകി. ഇതാണ് ദൈവം, ഇത് നിന്റെ അങ്കിളിന് കൊടുക്കണം. കുട്ടിയുടെ കണ്ണു നിറഞ്ഞു. അവൻ ഒരുപാട് സന്തോഷമായി. ആ ചെറിയ കുപ്പിയും കയ്യിൽ പിടിച്ച് അവൻ ആശുപത്രിയിലേക്ക് ഓടി. അവിടെ എത്തി ഒത്തിരി സന്തോഷത്തോടെ വിളിച്ചു കൂപ്പി, ഇതാ ഞാൻ ദൈവത്തെ കൊണ്ടുവന്നു, എൻ്റെ അങ്കിൾ രക്ഷപ്പെടും. പിറ്റേ ദിവസം രാവിലെ ഒരു വലിയ മെഡിക്കൽ ടീം ആശുപത്രിയിലെത്തി. അവർ ആ മനുഷ്യന്റെ ചികിത്സ ഏറ്റെടുത്തു. മണിക്കൂറുകൾക്ക് ശേഷം അയാൾ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ആശുപത്രിയുടെ ബില്ല് വന്നപ്പോൾ അത് കണ്ട് ആ അങ്കിളി ഞെട്ടി. പക്ഷേ അപ്പോൾ തന്നെ ആശുപത്രിയിൽ നിന്നൊരു അറിയിപ്പ് വന്നു, ഒരബദ്ധം പറ്റിയതാണ്, ബില്ല് മുഴുവൻ ഓൾറെഡി തീർത്തതാണ്. ആ മനുഷ്യൻ അത്ഭുതമായി. ഇയാൾ ആ കുട്ടിയോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? കുട്ടി നടന്നതെല്ലാം പറഞ്ഞു. ദൈവത്തെ വാങ്ങാൻ പോയ കഥയും തനിക്ക് ദൈവത്തെ തന്നുവിട്ട ആ മനുഷ്യന്റെ കാര്യവുമല്ല. അങ്കിൾ കുഞ്ഞിനെയും കൂട്ടി ആ മനുഷ്യന്റെ കടയിലേക്ക് പോയി. ആ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരനായ മനുഷ്യനായിരുന്നു അയാൾ. അങ്കിൾ ആ മനുഷ്യന് കണ്ണീരോടെ നന്ദി പറഞ്ഞു. ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, എനിക്കല്ല നന്ദി പറയേണ്ടത്, ഞാനല്ല നിങ്ങളെ രക്ഷിച്ചത്. നിങ്ങൾക്ക് വേണ്ടി കയ്യിൽ 50 രൂപയുടെ നോട്ടുമായി ഒരു ദിവസം മുഴുവൻ ദൈവത്തെ വാങ്ങാൻ കടകളിൽ കയറി ഇറങ്ങി നടന്ന ഈ കുഞ്ഞാണ്. അവന്റെ നിഷ്കളങ്കതയും സ്നേഹവും നിറഞ്ഞ ഹൃദയമാണ് നിങ്ങളെ രക്ഷിച്ചത്. ദൈവത്തിന്റെ വില എന്ന് പറയുന്നത് ഒരു നല്ല ഹൃദയമാണ്. ഒരു നല്ല ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാൻ കഴിയൂ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന കൊച്ചു കൊച്ചു ഓട്ടങ്ങൾക്കിടയിലാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത്, ദൈവത്തെ സ്വന്തമാക്കുന്നത്. ദൈവത്തിന്റെ വില എത്ര? ദൈവത്തിന്റെ വില എത്ര? ഇസ് ഇറ്റ് 50 രൂപ? നോ. പിന്നെന്തുവാ? നല്ല മനസ്സ് അല്ലേ? അതാണ് പ്രിയപ്പെട്ട അച്ഛൻ ഇട്ടതിന്റെ ഉദ്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എ ടെക്ന ചിൽഡ്രൻ ഓഫ് ഗാഡ്, നല്ല മനസ്സുള്ളവരായി തീരുമ്പോഴാ അനേകർക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് CSI സഭയിലെ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു രാജാവിനെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാം. ആ രാജാവ് രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ 2 കാര്യങ്ങൾ ഈ തിരുസഭയുടെ മക്കൾ, ഈ മഹാ ഇടവകയുടെ മക്കൾ ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും അനേകർക്ക് ദൈവത്തെ കാട്ടിക്കൊടുക്കാൻ പറ്റും. സോ ബെസ്റ്റ് വിത്ത് ഗോഡ്. വിശുദ്ധ വേദപുസ്തകം എത്ര പേര് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ വേദപുസ്തകത്തിൻ്റെ 2 ഭാഗങ്ങളുണ്ട്, എഴുതി അടിച്ചേക്കണം. ആ രാജാവിൻ്റെ പേരാണ്, എന്താണ് അച്ഛൻ അവിടെ ടൈപ്പ് ചെയ്തേക്കുന്നത്? എ സ്റ്റോറി ഓഫ് എ റിയൽ ഹീറോ. ദാറ്റ് കിങ് ഈസ്, കേട്ടോ? ആരാ കേട്ട? ജോഷിയ രാജാവിൻ്റെ ജീവിതത്തിലൂടെ ഒരു യാത്രയാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. ഈ രാജാവിന് ഒരു പ്രത്യേകതയുണ്ട്. എത്രാമത്തെ വയസ്സിലാണ് രാജാവായ? 8ാമത്തെ വയസ്സിൽ രാജാവായ ആള്. 8 വയസ്സുള്ളവർക്കൊന്ന് കൈപൊക്കാം. 8 വയസ്സുള്ളവർക്ക് കൈപൊക്കാം. ഓക്കെ. ആ മോൻ 8 വയസ്സാണോ? വാ ഓടി വാ. അവന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. വാ. ഓക്കെ, എങ്ങനെയുണ്ട് ആശാൻ? കാണാൻ പറ്റുന്നില്ല. വാടാ. ഇരിക്കൂ. ഓക്കെ, പേരെന്തുവാ? ആൽഫിൻ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാമോ ആൽഫിന്? ഓക്കെ, താങ്ക് യു മോളെ. ഇച്ചിരി അങ്ങോട്ട് നീക്കിയിരുത്താമോ ആൽഫിന്? ഓക്കെ, ആൽഫിൻ രാജാവ്. 2 മിനിറ്റ് ഇരുന്നോട്ടെ അച്ഛാ. അവനോട് ഭാവിയിൽ ആരൊക്കെ ആവുമായിരിക്കും അല്ലേ? വെരി ഗുഡ്.
2. 16 വയസ്സുള്ളവർക്കൊന്ന് കൈവക്കാമോ? താങ്ക് യു മോനെ. വാടാ. യെസ് യെസ് യു യാ ചെക്ക് ഷർട്ട്. വെരി ഗുഡ്. നല്ലൊരു ക്ലാപ്പ് ആശാനം കൊടുക്കാമോ? 20 വയസ്സുള്ള ഒരാൾക്ക് എഴുന്നേക്കാമോ? ഒരു പെൺകുട്ടി എഴുന്നേക്കാമോ? താങ്ക് യു മോളെ. വാടാ സാറേ കറിയാട്ട്. മോളെ ഒരു 3 കസാര ഇട്ട് കൊടുത്തേക്കാം. അവർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാമോ 3 പേർക്ക്? മോളെ ഓടിപ്പോയി ചാടി കയറണേ. ഓക്കെ താങ്ക് യു. ഓക്കെ, നമുക്കിപ്പോൾ 8 വയസ്സുള്ള രാജാവായി. ആ രാജാവിൻ്റെ പേരെന്തുവായിരുന്നു? ആൽഫിൻ. ആൽഫിൻ. നമ്മുടെ ഓർഗൻ ആശാൻ പോയായിരുന്നു. ഓക്കെ അച്ഛാ ഓടിപ്പോരെ അച്ഛാ, പെട്ടെന്ന് പോരെ. ആൽഫിൻ മോനെ ഏത് പള്ളിയാ? കേട്ട് പരണിയം. ഓക്കെ, പരണിയം CSI ഇടവകയിൽ നിന്ന് വന്നാണ് ആൽഫിൻ അല്ലേ? ആൽഫിൻ മോൻ ഏത് പള്ളി? ചാങ്ങ CSIയിൽ നിന്നും വന്ന മോൻ്റെ പേര് റിനോൾഡ്. ഞാൻ തന്നെ മൈക്ക് കൊടുക്കാം. റിനൗൺ. റിനൗൺ. ഓ എന്തോ പേരൊക്കെയാ. ഓക്കെ CSC ആറാമട. ആനമല ആറാമട. ഫേബ ഫ്രം ആറാമട CSI. ഈ 3 പേരെയും ഏറ്റവും സന്തോഷത്തോടു കൂടെ നമ്മുടെ ഈ ഒരു വലിയ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ താങ്ക് യു അച്ഛാ. അപ്പം നമുക്ക് ആദ്യം ഈ രാജപദവിയിലേക്ക് ഉയർത്തണ്ടേ ഇവരെ അല്ലേ? അതുകൊണ്ട് നമുക്കൊരു രാജാവിൻ്റെ ഒരു കുപ്പായം അറ്റ് ദ ഏജ് ഓഫ് 8 വയസ്സുള്ള ഒരു രാജാവിനെ നമ്മൾ അഭിഷേകം ചെയ്യാൻ പോവാം. ഓക്കെ അച്ഛാ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇടാമോ? നല്ലൊരു ക്ലാപ്പ് കൊടുക്കാമോ രാജാവിന്? ഓക്കെ രാജാവ് ഒന്ന് എഴുന്നേക്കാമോ? ഓക്കെ ഇത് പിടിച്ചോണം നീ. ഓക്കെ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചോ. ഓക്കെ യെസ് കയറി വാ. മുമ്പിൽ വാ. Clap your hands with it. താങ്ക് യു അച്ഛാ. ഇത്രയൊക്കെ സംഭവമായിരുന്നോ? ഓക്കെ രാജാവേ, രാജാവിന് എന്തു പറയാനുണ്ട്? പറ. ഒന്നും പറയില്ല. ഒന്നും പറയാനില്ല. രാജാവാ അല്ല കിടുവായിട്ട് പറയാമല്ലോ. ഓക്കെ എന്നാൽ നമുക്ക് അവരോട് ചോദിക്കാം. ഇങ്ങനെ മസിലേലും പിടിച്ച് നിൽക്കേ. ആ അങ്ങോട്ട് നോക്കി നിൽക്കേ. ഓക്കെ ഈ രാജാവിനെ നിങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു ഉത്സാഹക്കുറവ്. ഉഷാറില്ലാത്ത രാജ. കേട്ടോ, നീ ഇങ്ങനെ കയ്യും മസിലും ഒക്കെ പെരുപ്പിച്ച് നിൽക്കുമ്പോൾ നാട്ടുകാർ പറയുന്നത് ഉഷാറില്ല, ഒന്നുകൂടെ ഒന്ന് ഉഷാറായിട്ട് നിൽക്കേ. ഉണ്ട് അതേപോലെ തന്നെ നിൽക്കണു. ഓക്കെ ഈ 8 വയസ്സുകാരനെ രാജാവാക്കുമ്പം നിങ്ങളൊന്ന് ഓർത്തു നോക്കിയ, ഇതേ പ്രായത്തിലാണ് ജോഷിയാവ് രാജാവായിട്ട് മാറുന്നത്. അന്നേരം ആ ജനം ആ രാജാവിനെ കണ്ടത് എങ്ങനെയായിരിക്കും? ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അച്ഛാ? തീർച്ചയായിട്ടും. കുഞ്ഞെ മോൾ അവിടെ ഇരുന്നോ, മതി മസിൽ വിട്ടോ. അച്ഛാ രണ്ടാമത്തെ രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോവാണ്. നിങ്ങൾ അതനുസരിച്ച് ആ മ്യൂസിക്കിനനുസരിച്ച് ഒരു കൈയൊക്കെ അടിച്ചു കൊടുക്കുക. ഓക്കെ റെഡി? മ്യൂസിക് വരാതെ പട്ട എടുത്താൽ ഇതൊരു ഇച്ചിലൂടെ പഞ്ചായി അല്ലേ? 16 വയസ്സായപ്പോഴത്തേക്കിന് 8 വയസ്സുകാരൻ വന്നിട്ട് പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല. 16കാരനോടൊന്ന് ചോദിക്കാം. ഓക്കെ രാജാവേ, അങ്ങയുടെ പ്രജകളായി അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നതിന് നാടകത്തിൽ പറയുന്നത് എന്തോ വച്ചാ
അതെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആസനസ്ഥരായിരിക്കും തോന്നുന്നു. പറഞ്ഞോട്ടെ. അതന്നെ. ഓക്കെ. ആസനസ്ഥരായിരിക്കുന്നു. കറക്റ്റാണോ? ഓക്കെ, നീ ഒന്ന് പറഞ്ഞേ. ആസനസ്ഥനായിരിക്കുന്നു. ഓക്കെ, ആസനസ്ഥനായിരിക്കുന്ന ഈ പ്രജകളോട് അങ്ങക്ക് 16-ാമത്തെ വയസ്സിൽ എന്താണ് പറയാനുള്ളത്? സുഖമാണോ? നീ ഒരു കാര്യം ചെയ്യും, അപ്പുറത്തെ ഒരു ഉളക്കെടുത്ത് എൻ്റെ തലയങ്ങ തല്ലിപ്പൊളി. ഓക്കെ, സുഖമാണോ പ്രജകളെ? അതപ്പോ ആ ഒരു പഞ്ചിപ്പോട്ടെ. പ്രജകളെ സുഖമാണോ? സുഖമാണ്. ഓക്കെ, പ്രജകൾക്ക് വേണ്ടി അങ്ങക്ക് എന്താണ് ഇപ്പം ചെയ്യാനുള്ളത് 16-ാമത്തെ വയസ്സിൽ? ഭക്ഷണം കൊടുക്കാം. ഏതാ? മന്തിയോ, പെരിപ്പിരിയോ, ഷവർമ? ഓക്കെ, ഒരു കൃത്യം ഒരു 16 വയസ്സുകാരൻ പറയുന്നത് തന്നെ അവൻ പറഞ്ഞത് സാധനമാണ്. ഷവർമ കൊടുക്കാം, മന്തി കൊടുക്കാം, സുഖമാണോ എന്ന് ചോദിക്കാം. താങ്ക് യു, ഇരിക്കൂ. മോടെ പേര്? ഫേബ. 20-ാമത്തെ വയസ്സിൽ ഒരു രാജാവ് ഒരു അഭിഷേകം കൂടെ നടത്തിക്കോ വെച്ചാ. ഫേബ രാജ്ഞി, രാജാവേ, അങ്ങക്ക് ഈ പ്രജകളോട് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോ. ഈ രാജ്യത്തെ രാജ്ഞിയാകുന്ന ഞാൻ എന്ത് പറയുന്നോ അത് തന്നെ നിങ്ങൾ അനുസരിക്കണം. കേട്ടോ? നമ്മളെല്ലാരും ഇങ്ങനെ ഒന്ന് പറഞ്ഞേ. ഓ അടിയൻ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ ആ സാധനം. ഇപ്പം പറഞ്ഞ ഒരു സംഭവം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഞാൻ എന്ത് കൽപ്പിച്ചാലും നിങ്ങൾ അത് അനുസരിച്ചിരിക്കണം. ഓ ഓക്കെ, പിന്നെന്തോ പറയാനുണ്ട്? എന്ത് നിങ്ങൾ ചെയ്യും ഈ ദേശത്തിന് വേണ്ടി? ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കും. പരീക്ഷ നിർത്തലാക്കുവോ? തിന്മ പ്രവർത്തികൾക്ക് മാത്രം. SSLC ഞാൻ ചോദിച്ച ചോദ്യം, ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ പരീക്ഷയാണ്. അത് നിർത്തൽ ചെയ്യാൻ നിങ്ങളാൽ വല്ലതും സാധ്യമാണോ? പരീക്ഷയ്ക്ക് പകരം വേറെ എന്തെങ്കിലും മാർഗം സ്വീകരിക്കുന്നതാണ്. എന്തോ തേങ്ങ പൊതിച്ചോണ്ട് വരുമോ? പരീക്ഷയ്ക്ക് പകരം വേറെ എന്തെങ്കിലും മാർഗം സ്വീകരിക്കും, തേങ്ങ പൊതിച്ചോണ്ട് വരും. ഓക്കെ ഓക്കെ, ആ കുപ്പായ ഊരി അവിടെ കൊടുത്തിട്ടൊന്ന് പിടിച്ചിരുത്തിക്കേ. ഓക്കെ, താങ്ക് യു. അറ്റ് ദ ഏജ് യോശിയാവ് രാജാവായപ്പം അന്നും ഒരു ജനസമൂഹം ചോദിച്ചു കാണും, എന്തുവാ ഇത്? 16-ാമത്തെ വയസ്സെത്തിയപ്പോൾ അവൻ ഷവർമ അന്വേഷിക്കാൻ പോയി. അവൻ മന്തി പെരിപ്പിരി എല്ലാവർക്കും കൊടുക്കുമെന്ന്. ആദ്യം അവൻ ചോദിച്ചു സുഖമാണോ എന്ന്. അത് കഴിഞ്ഞിട്ട് പറയാണ് വയറ് നിറച്ചും ഫുഡ് കൊടുക്കും. അത് സംസമിലാണോടാ, എവിടുന്ന് വേണേലും അവൻ കൊടുക്കും. 20-ാമത്തെ വയസ്സിലെത്തിയപ്പോഴത്തേക്കിന് ഇച്ചിരും കൂടെ ഒരു ഗമയായി, ഒരു പഞ്ചായി അല്ലേ. ഇതാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്ന രാജാവിൻ്റെ പ്രായം. ഒന്ന്, യോശിയാവ്, എനിക്ക് നോക്കട്ടെ നിങ്ങൾക്ക് എത്ര ഓർമ്മയുണ്ടെന്ന്. എത്രാമത്തെ വയസ്സിൽ രാജാവായി? എന്നാ പിള്ളേർ രാജാ. ഓക്കെ, എത്രാമത്തെ വയസ്സ് അടുത്തത്? എത്രാമത്തെ വയസ്സ് അടുത്തത്? താങ്ക് യു. അച്ഛാ, ഈ 3 പേർക്കൊരു അവാർഡ് കൊടുക്കണ്ടേ? അച്ഛാ, മ്യൂസിക് ഒന്നിട്ട് അവരൊന്ന് ഇറങ്ങിപ്പോയിക്കോട്ടെ. അവർക്കൊരു ഇറങ്ങി. ആ മറ്റേ തന്നെ ഇട്ടോ, കിട്ടാ. ഓക്കെ, പോരെ. താങ്ക് യു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവരെ 3 പേരെ. ഈ 3 പേരെ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ യോശിയാവ് രാജാവിൻ്റെ ഒരു 3 കാലഘട്ടത്തെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. ബോറടിക്കുന്നുണ്ടോ? ഇല്ല. താങ്ക് യു. എനിക്കിതൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണേ. യോശിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം ദി ജഹോവ ഹാസ് ഹീൽഡ്. യഹോവ സൗഖ്യമാക്കുന്നു. ഉറക്കൊന്ന് പറയാമോ? മോടെ പേരെന്താടാ? നോ യാ
ഭവനീത, ഭവനീത, ഭാപ്പി. ഓ, എന്നാ നീഞ്ഞു വാ. എന്ത് കഷ്ടം വെച്ചാൽ ഇവിടുത്തെ പേരൊക്കെ. ഇത് ഇടിച്ച മോളെ മൈക്ക് കൊടുത്തടാ. ഓക്കെ, പേര് പറഞ്ഞേ. പവനീത. മനസ്സിലായല്ലോ. എന്തോ ഈ വാക്കിന്റെ അർത്ഥം? പരിശുദ്ധമായ വെണ്ണ. പരിശുദ്ധമായ വെണ്ണ. 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 പപ്പ മമ്മി ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. ഓക്കെ, ഇത് വീഡിയോ കൊണ്ട് കാണിക്കണേ. യൂട്യൂബിൽ കാണുമല്ലോ. കാണുന്നുണ്ട്. അച്ഛാ, നിങ്ങളോടല്ല, അച്ഛനെ അല്ല, അവരുടെ ഭവനീതയുടെ പപ്പായ. പപ്പ, അമ്മ, ഭവനീതയുടെ പിതാവേ മാതാവേ, നിങ്ങൾ ഓൺലൈനായിട്ട് ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. പരിശുദ്ധമായ എണ്ണ, വെണ്ണ. വെണ്ണ വീട്ടിലെ സ്വഭാവം വെച്ച് പരിശുദ്ധ വെണ്ണയാണോ? വീട്ടിൽ വരുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ ഓക്കെ. മോള് പറഞ്ഞ രസകരമായ വാക്കാണ് പരിശുദ്ധമായ എണ്ണ എന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങൾ ടെക്ന കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യമാണ്. എന്താണോ നിങ്ങളുടെ പേര്, ആ പേരിൻ്റെ അർത്ഥം അന്വേഷിച്ചാൽ ഈ ചിൽഡ്രൻ ഓഫ് ഗോഡിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഒരു സംശയവും വേണ്ട. എൻ്റെ പേരാണ്, പറയടി. പവനീത. എൻ്റെ പേര്. എൻ്റെ പേര്. ഓക്കെ, വെയിറ്റ്. നീ ഭവനീത. ഞാൻ താങ്ക് യു. എൻ്റെ പേരിൻ്റെ അർത്ഥം എന്തോ? മൈക്ക് വന്നിട്ട് പോയി. എൻ്റെ പേര് പറയുന്ന എൻ്റെ പേരിൻ്റെ അർത്ഥം എന്തോ? എൻ്റെ പപ്പയോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രചൂടൻ എന്ന പേരിടാമായിരുന്നു. നല്ല കടിച്ചാപ്പണം കോവിഡ്. അത് കോളേജ് വന്നപ്പം വേറെ പേരായി. ഓക്കെ, ഞാൻ ഇങ്ങനെ അന്വേഷിച്ചേക്കാം. അവസാനം ഒരിടത്ത് ചെന്നപ്പം പറയാണ്, ഒരാൾ പറഞ്ഞു റോബിൻ ഹുഡ്. കേട്ടിട്ടില്ലേ? പുള്ളി ആരാ? കള്ളൻ, തീഫ്. പേര് അവസാനം ഞാൻ ഇങ്ങനെ അന്വേഷിച്ചാൽ ഇതൊന്നൊരു വൃത്തികെട്ട പേരാ. അങ്ങനെ ചെന്ന സമയത്ത് ഒരു ധന്യ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പം ഒരു നീലം, ഒരു നേവി ബ്ലൂവിൻ്റെ ഒരു കൊച്ച് ഇതുണ്ടല്ലോ, എന്തോ നീലം, യെസ്, റോബിൻ ലിക്വിഡ് ബ്ലൂ. അവസാനം ഞാൻ നോക്കിയപ്പോൾ റോബിൻ ലിക്വിഡ് ബ്ലൂ. അതെടുത്തിട്ട് ഞാനിങ്ങനെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ ലിക്വിഡ് ബ്ലൂ ആണോടാ? സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിനകത്തൊരു കിളി. ആ കിളിയുടെ പേരാണ് റോബിൻ. ഞാൻ വീണ്ടും അന്വേഷിച്ചു, ഈ കിളിയൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? യെസ്, ആ കിളി സങ്കട സമയങ്ങളിൽ ഏറ്റവും സുന്ദരമായി പാട്ടുപാടുന്നതാണ് റോബിൻ ബേർഡ്. ഉയ്യോ, അന്നേരം ഞാൻ എൻ്റെ കണ്ണാടി ചെന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് പറയുകയാണ്, ഐ ലവ് യു ഡാ. എന്താടാ നീ ചിരിച്ചേ? എടാ നീ എന്തിനാണ് ഈ ചിരിക്കുക? ഇവള് ദാണ്ട് നിലത്ത് കിടന്ന് ചിരിക്കുന്നു. കണ്ണാടി ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഐ ലവ് യു. കാരണം എൻ്റെ പേരിൻ്റെ അർത്ഥം കിട്ടിയ ഒരു ദിവസം. നിങ്ങളുടെ പേരിനൊരർത്ഥമുണ്ട്. കിട്ടിയോ? കിട്ടിയോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഇനി കിട്ടി എനിക്കറിയാം. ഇനി അച്ചാച്ചനെ പറയാനുള്ള ഒരു കാര്യം കൂടെ കേട്ടോ. ആ പേരിൻ്റെ അർത്ഥത്തിനനുസരിച്ചാണോ ജീവിക്കുന്നത് എന്ന് ഈ ടെക്നായിൽ ആലോചിച്ചോണം. അല്ല, വിട്ടേര്. ഓക്കെ, 31 വർഷം രാജാവായി ആ മനുഷ്യൻ. അപ്പം ഞാൻ മറന്നുപോയി. എത്രാമത്തെ വയസ്സിലെ രാജാവായ? കറക്റ്റ്. രണ്ടാമതൊരു സംഭവം ഞാൻ പറഞ്ഞായിരുന്നു. താങ്ക് യു. മൂന്നാമതൊരു കാര്യം പറഞ്ഞായിരുന്നു. അടിപൊളി. പിന്നെന്തോ ആയിരുന്നു? യോശുവ എന്ന വാക്കിന്റെ അർത്ഥം സൂപ്പർ. എത്ര വർഷം രാജാവായ? 31 വർഷം ഇസ്രായേലിന്റെ രാജാവായി. അപ്പന്റെ പേര് ആമോൻ, അമ്മയുടെ പേര് ജദീദ. ലാസ്റ്റ് ചോദിക്കുമ്പോൾ ഇതെല്ലാം പറയുന്ന ആൾക്ക് നല്ല മെഗാ സമ്മാനം ഞാൻ തരും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത്രയും കാര്യം പഠിച്ചോ? ഓക്കെ, ഇനി 2 കാര്യം പറഞ്ഞിട്ട് അച്ചാച്ചൻ്റെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും.
ഒന്ന്, ദ ജോഷിയ ഇസ് ദ സീക്കർ. എഴുതി വെച്ചോണം കേട്ടോ. ഈ ടെക്നോ ഫെസ്റ്റിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്ന്, ജോഷിയാവ് എന്ന രാജാവ് ഒരു സീക്കറാ. എന്ന് വെച്ചാൽ മലയാളം പറ. സീക്കർ, അന്വേഷിക്കുന്നവൻ. താങ്ക് യു. അന്വേഷിക്കുന്നവൻ. അറ്റ് ദ ഏജ് ഓഫ് 16, 16 വയസ്സിൽ രാജാവായ പുള്ളി എന്തിയെ? ഇവിടെ കണ്ടിരിപ്പുണ്ടല്ലോ. എന്തി പുറയിലാണോ? യെസ്. 16 വയസ്സുള്ള പുള്ളിക്കാരൻ അന്വേഷിച്ച ഒറ്റക്കാരിയായിരുന്നു മന്തി. 16 വയസ്സുള്ള രാജാവ് അന്വേഷിച്ച കാര്യമാണ് പെരിപ്പിരി. 16 വയസ്സുള്ള രാജാവ് അന്വേഷിച്ചതാണ് ഷവർമ. 16 വയസ്സുള്ള രാജാക്കന്മാർ അന്വേഷിക്കുന്നതാണ് സുഖമാണോ? 16 വയസ്സുള്ള രാജാക്കന്മാർ അന്വേഷിക്കുന്നതാണ് മൊബൈൽ ഫോൺ. 16 വയസ്സുള്ള രാജാക്കന്മാർ ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ ഈ കാലത്തെയാ. പക്ഷേ യോശിയാവ് അന്വേഷിച്ചത് അറ്റ് ദ 16 വയസ്സിൽ ഹീ സ്റ്റാർട്ട് സെർച്ചിങ്. അവൻ അന്വേഷിച്ചു ആരെയാണെന്ന് ചോദിച്ചാൽ ദ ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 16 വയസ്സിൽ യോശിയാവ് എന്ന രാജാവ് അന്വേഷിച്ചത് ഫുഡല്ല. 16 വയസ്സിൽ അന്വേഷിച്ചത് ഗേൾ ഫ്രണ്ട്സിനെ അല്ല. 16 വയസ്സിൽ അന്വേഷിച്ചത് മൊബൈൽ ഫോൺസ് അല്ല, ഗെയിം സോൺസ് അല്ല, ഗെയിം ആപ്പ് അല്ല. താങ്ക് യു. പക്ഷെ നമ്മൾ ഈ പ്രായത്തിൽ അന്വേഷിക്കുന്നത്, ഒന്ന്, ഗെയിംസ് ഒക്കെ പറഞ്ഞു. 2, ചില സെലിബ്രിറ്റീസിനെയാണ്. ശരിയാണോ? ആണോ? വിജയുടെ പടം എല്ലാവരും ഒന്ന് തെളിഞ്ഞു അല്ലേ? ലാലേട്ടൻ്റെ പടം കറക്റ്റ് അല്ലേ? മമ്മൂക്കായുടെ പടം അല്ലേ? രജനീകാന്തിൻ്റെ പടം, കൂലി. യോ എൻ്റെ ദൈവമേ, ഇത് ഏത് പ്രായത്തിലാ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് വരുന്നു? കൂലി. 16 വയസ്സിൽ നമ്മൾ അന്വേഷിക്കുന്നത് സെലിബ്രിറ്റീസ്, നമ്മൾ അന്വേഷിക്കുന്നത് ഗെയിംസ്, നമ്മൾ അന്വേഷിക്കുന്നത് ഫാഷൻ അല്ലേ? അല്ലേ? അച്ഛനോട് സത്യം പറയണം. 16 വയസ്സുള്ളവർ പറഞ്ഞാൽ മതി. എന്നെങ്കിലും നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് എന്നെങ്കിലും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഐ ലവ് യു? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് കൈവെക്കാമോ പ്ലീസ്? ചില ഡ്രസ് ഇടുമ്പോൾ മാത്രം ഐ ലവ് യു അങ്ങനെ പറഞ്ഞിട്ടുള്ള കേട്ടോ? അവൻ പറഞ്ഞ കറക്റ്റാ. ഒരു സുഖം അല്ലേ? താങ്ക് യു. നീ പോയിരുന്നോ? ഓക്കെ. എനിക്ക് ആമ്പിള്ളാരോട് ആദ്യം പറയാനുള്ള അച്ചാച്ചന കേട്ടോ, നമ്മൾ അന്വേഷിക്കുന്ന ഒരു തലമാണ്. അവൻ പറഞ്ഞൊരു സാധനമാണ് ഒരു സുഖം. മോളെ ഒന്ന് വരാം അവിടെ. ഇതുവരെ അവൾ മുമ്പിൽ വന്നിട്ട് അവളെ വിളിച്ചില്ല എന്ന് പറയല്ലേ. മോളെ പാടാ, മൈക്കൊന്ന് പിടിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ആമ്പിള്ളാരെ, നിങ്ങൾ ശ്രദ്ധാപൂർവം ഈ മോള് പറയുന്ന ദിവ്യ വാക്കുകൾ ശ്രദ്ധിക്കണമേ. മോളെ, ഇതുപോലൊരു കോലമൊക്കെ കെട്ടി ഒരുത്തൻ നിന്നെ പെണ്ണ് കാണാൻ വരുക, നീ എന്തു പറയും? ഇറങ്ങിപ്പോവാൻ. ഇതൊരു കൺവെൻഷൻ നഗർ ആയതുകൊണ്ട് മാത്രമാണ് ആ കൊച്ചങ്ങനെ പറഞ്ഞത്. ഇറങ്ങി അത്ര പറയത്തുള്ളൂ. ഇതൊരു കൺവെൻഷൻ ആയതുകൊണ്ട്. വീട്ടിലായിരുന്നെങ്കിലോ അല്ലേ? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള, ആമ്പിള്ളാരോട് പെൺപിള്ളാരോട് ഞാനിപ്പോൾ വരാം, വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, നിങ്ങൾ വിഷമിക്കണ്ട. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ദൈവം ബെസ്റ്റായിട്ട് നിങ്ങളുടെ ശരീരത്ത് തന്നിരിക്കുന്ന ഏറ്റവും എവർ ബെസ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളുടെ മുഖമാണ്, നിങ്ങളുടെ മൂക്കാ, നിങ്ങളുടെ കണ്ണാ. പക്ഷേ അന്നേരം ഈ മൂക്കും കണ്ണും വെച്ചിട്ട് അപ്പുറത്തോട്ട് നോക്കുമ്പോൾ അവൻ്റെ മൂക്കാ നല്ലത്, എൻ്റെ മൂക്ക് അഴുക്ക, അവൻ്റെ കളറാ നല്ലത്, ഐസക്കച്ഛൻ്റെ കളറാ നല്ലത്, റോബിൻ്റെ കളറ് കൊള്ളത്തില്ല, അച്ഛൻ്റെ കണ്ണാ നല്ലത്, എൻ്റെ കണ്ണ് ഒരുമാതിരി ഓഗ്ഞ്ഞ കണ്ണാണ്. അന്നേരം നമ്മൾ എന്തോ ചെയ്യും? ഇതിനകത്ത് ചില റീഫിറ്റിങ്സ് നടത്തും.
മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചില റീഫിറ്റിങ്സ്, ചില അന്വേഷണങ്ങൾ നടത്തും. എന്നാൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ചോദിക്കട്ടെ, ഐസക്കച്ചൻ്റെ മൂക്ക് എൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് വന്നാൽ ഞാൻ മൂക്കളാഞ്ചനായി പോകും. ദ എവർ ബെസ്റ്റ് പ്ലേസ് ഏതെന്ന് ചോദിച്ചാൽ ഐസക്കച്ചൻ്റെ മൂക്ക് ഇരിക്കുന്നിടത്തെ ആ മൂക്കിരിക്കാവൂ. എൻ്റെ പൊന്നു മക്കളെ, ഇതാ പ്രശ്നം. എന്ന് വെച്ചാൽ നിങ്ങൾ എവർ ബെസ്റ്റ് ആയിട്ടുള്ളത് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞില്ല. ഇത് ഞാനൊരു കൊച്ചു വീഡിയോ കാണിക്കാം. ഞാനൊരു കൊച്ചു വീഡിയോ കാണിച്ചോളാം. എൻ്റെ മക്കളെ, ഈ കാലത്ത് ദൈവത്തെ അന്വേഷിക്കേണ്ട സമയത്ത് നാം ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത് എവിടാണെന്നറിയാമോ? ഫോൺ. ഈ മൊബൈൽ ഫോണാണ് ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കൊണ്ടുപോയത്. അച്ചാച്ചൻ പലയിടത്തും ഇപ്പം ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ ആരുടെയെങ്കിലും ഫോണിൻ്റെ സ്ക്രീനിൽ ഈ കാലത്ത് ഒരു കുരിശിൻ്റെ ഫോട്ടോ എങ്കിലും ഉണ്ടോ? താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. 2, 3 ഉണ്ടോ? 4, 5, 6 1200 പേര് പങ്കെടുക്കുമ്പം യേശുവപ്പച്ചനെ സ്ക്രീനിൻ്റെ ഗാഡിൽ പോലും ഇന്ന് കാണാനില്ല. നമ്മുടെ ഒരു വാക്കാണ് എറൈസ് അല്ലേ, തള്ളിക്കളയുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു അപ്പച്ചനെ അന്വേഷിച്ചാൽ ദ എവർ ബെസ്റ്റ് നിങ്ങൾക്ക് തരുന്ന അതാണ്. അതാ യോശിയാവ് അന്വേഷിച്ചത്, ദൈവത്തെ മാത്രം. 1900 ഇപ്പം വരുവേ, ഈ ലോകത്തിന്റെ പേമാരിയിൽ ഒഴുകിപ്പോയിട്ടില്ല. സ്തോത്രം. വചനത്തെ അന്വേഷിക്കുന്ന ഒരൊറ്റ കുഞ്ഞുപോലും ഈ ലോകത്തിന്റെ കൊടുങ്കാറ്റിൽ അടിഞ്ഞു പോയിട്ടില്ല. അവർ ഉറച്ചു തന്നെ നിൽക്കും. യോശുവാവ് അങ്ങനെ ഉറച്ചു നിന്നത് തന്നെയാണ്. അതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. പക്ഷെ പറയുമ്പോൾ എനിക്കൊരു കുഞ്ഞിനെ കാണിക്കണം. ഈ മോളുടെ പേരാണ് ഹന്ന. ഈ ഹന്ന ജന്മന 2 കണ്ണിന് കാഴ്ചയില്ലാത്ത കുഞ്ഞ. പക്ഷെ ഹന്ന പാടുന്ന പാട്ട് എന്തോ രസാന്നറിയാമോ? ഹന്ന എഴുതുന്ന പാട്ടുകൾ മുഴുവൻ ഒറ്റ ഒരാളാ, ദൈവം ദൈവം ദൈവം. നമുക്ക് ഈ ഹന്നയുടെ പാട്ടൊന്ന് കേട്ടിട്ട് രണ്ടാമത്തെ അവസാനത്തിലേക്ക് പോവാം. It was a journey filled with challenges. I was the first child of my parents, and having a first child being born blind, അപ്പനും അമ്മയ്ക്കും ഉണ്ടായ ആദ്യത്തെ കുഞ്ഞാ. parents can accept. പക്ഷെ 2 കണ്ണും കാണാത്ത കുഞ്ഞ്. But my parents took the strong decision ഈ that all അപ്പനും അമ്മയും തീരുമാനിച്ചു, ഈ കുഞ്ഞിനെ ഞങ്ങൾ my കളയത്തില്ല. mother, who was just 21 when I was born, 21 വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്ത് അമ്മയ്ക്ക് പ്രായം. to be independent. പക്ഷെ ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിച്ചു. She will live alone. And ഇരുട്ടിലും that's how my അവള് parents got. അന്വേഷിച്ചത് ദൈവത്തെയാ. അവള് പാടുന്ന പാട്ടാ ഇത്. അവൾ എഴുതിയ പാട്ടുകളാ. Your chance is gone. അവള് തന്നെ എഴുതും, There's അവള് തന്നെ പാടും. Do you take this deep? Then it's time to think again. Time to look ahead. There's a springtime after the winter. There's a rainbow after the storm. You get stronger. You're a blessing, that's what you are. താങ്ക് യു. അവളുടെ പേരെന്താണ്? ഹന്ന. ഹന്ന പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ. ഏത് ഇരുട്ടിലും ഹന്നായിക്ക് ഒരാളെ അന്വേഷിക്കും, അത് സർവശക്തനായ ദൈവത്തെയാ. നിങ്ങളുടെ കയ്യിൽ പേപ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമുക്കൊരു കൊച്ചു ഗെയിം കളിച്ചാലോ? ഇഷ്ടമാണോ? ഓക്കെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്മൈലി ഏതാ? മുഖത്ത് കാണിക്കാമോ? സ്മൈലി. മോളൊന്ന് കാണിച്ച്, എല്ലാവരും എഴുന്നേപ്പിച്ച് കാണിച്ചടി. പിന്നെ കാണിച്ചു എല്ലാവരും ഈ മോളുടെ മുഖത്തൊക്കെ നോക്കൂ. ഒന്നുകൂടെ കാണിച്ച്.
അല്ലേ? കണ്ടില്ല, കണ്ട ചേച്ചി നീ കാണണ്ട. ഓക്കെ, പലവർക്കും പല സ്മൈലി. ആ സ്മൈലി ഒന്ന് കാണിച്ചാൽ. എന്റെ സ്മൈലി ഇതാണ് അല്ലേ? ഓക്കെ, നമ്മളൊരു മത്സരം നടത്താൻ പോവാണ്. പേപ്പറും പേനയും കയ്യിലെടുക്കുക. സത്യം മാത്രമേ ചെയ്യാവൂ, ആരും കള്ളത്തരം ചെയ്യരുത്. ഓക്കെ, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കൊച്ചു ഗെയിമാണ്. 30 സെക്കൻഡ് സമയം തരും. ആ ടൈമർ ഓൺ ആകുമ്പം നിങ്ങൾ വരയ്ക്കണം കൊച്ചു 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 സ്മൈലീസ്. അതിന്റെ അകത്ത് 2 കണ്ണ് വേണം, മൂക്ക് വേണം, വായും വേണം. മൂക്കില്ലേ? മൂക്ക് അല്ല, അതല്ല, വേറെ മൂക്ക് വേണ്ട. വേണ്ട, നീ എന്നെ കൊല്ലാൻ വരണ്ട. ഓക്കെ, 2 കണ്ണ്, ഒരു സ്മൈലി. 30 സെക്കൻഡ് സമയമാണ്. ഇപ്പം വരച്ചു തുടങ്ങല്ലേ, ഇപ്പം വരച്ചു തുടങ്ങല്ലേ. ആ ടൈമർ ഓൺ ആകുമ്പോൾ തൊട്ട് വരച്ചു തുടങ്ങണം. ഏറ്റവും കൂടുതൽ സ്മൈലി വരയ്ക്കുന്നവർക്കാണ് അവാർഡ്. ഓക്കെ, എല്ലാവരും റെഡിയാണോ? ആർ യു റെഡി? ആർ യു റെഡി? ഓക്കെ, ലെറ്റ്സ് മൂവ്. ടൈം സ്റ്റാർട്ട്സ് നൗ. വാച്ചോ, പെട്ടെന്ന് വരയ്ക്കുക. ഏറ്റവും കൂടുതൽ വരയ്ക്കുന്ന അധ്യാപകയാകട്ടെ, കുഞ്ഞുങ്ങളാവട്ടെ, കൊച്ചു കൊച്ചു സ്മൈലീസ്. പെട്ടെന്ന് പെട്ടെന്ന്. ഇനി 19 സെക്കൻഡ് കൂടെ ഉള്ളൂ. 15 സെക്കൻഡിലേക്ക് പോകുന്നു. പെട്ടെന്ന് വരയ്ക്കുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 and 0. Time out. I said time out. Okay. നിങ്ങൾ എഴുതിയ വരച്ച സ്മൈലീസ് എത്ര ഉണ്ടെന്നൊന്ന് കണക്ക് കൂട്ടിക്കേ. അവിടെ നിൽക്ക്, ഞാൻ ചോദിക്കാം. വട്ടമിട്ട് അവിടെ ഒരു വരയിട്ടിട്ട് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഒന്ന് എഴുതി വെച്ചേ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാൻ പോവാ മാർക്ക്. എബവ് 30, 30 കൂടുതൽ സ്മൈലി വരച്ച ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. യെസ്, മോനെ വാടാ. നീ എന്തുവാടാ ഇത്? 40 സ്മൈലി വരച്ചു കേട്ടോ. എത്ര? 41. അവൻ എണ്ണി നോക്കുക. കുഴപ്പമില്ല, അവിടെ വെച്ചാരെ മോനെ. അത് വരയിട്ടെ, റെഡി, വരയിട്ടെ, വരയിടറാ. ഇങ്ങനെ വരയിട. നിങ്ങൾ വരച്ചതിന്റെ താഴെ ഒരു വര ഫുള്ളിട്ടെ. ഓക്കെ, പോയിരുന്നു, ഞാൻ വിളിക്കാം കേട്ടോ. വീണ്ടും ഇതേ കളി, ഇതേ മത്സരം വീണ്ടും ചെയ്യാൻ പോവാ. പുതിയതായിട്ട് ഇപ്പോഴത്തെ ഇതുമായിട്ട് കൂട്ടരുത്. വീണ്ടും തുടങ്ങരുത്. അച്ഛൻ ആ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ തുടങ്ങാവൂ. ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം ഔട്ട്. എണ്ണി നോക്കുക എത്ര ഉണ്ട്. There was a magic. ഇനി എന്റെ ചോദ്യം, ആദ്യം വരച്ചതിനേക്കാൾ ഒരു സ്മൈലിയെങ്കിലും കൂടുതൽ വരച്ചവർ ഒന്ന് കൈവെക്കാമോ? ഓക്കെ, 40 വരച്ച ആൾ എത്ര ആയി ഇപ്പം? 35. അവിടെ ആരോ വരച്ചായിരുന്നല്ലോ, എത്രയായി? 31. ഓക്കെ, എന്നാൽ ഇതൊരു ഗെയിമാണ്. ഇതാരാ ഇത്? 1, 2, നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം കേട്ടോ. എന്നോ വലിയ സ്മൈലി അല്ലേ. അച്ചാച്ചക്ക് ഒരു ഓക്കെ, അച്ചാച്ചൻ്റെ ഒരു ഉമ്മ തന്നേക്കാം. അല്ല, ഞാൻ അങ്ങോട്ട് തരാമെന്നാ പറഞ്ഞു. താങ്ക് യു. ഓക്കെ, ഇതൊരു ഗെയിമായിരുന്നു. ഈ ഗെയിമിന്റെ കണ്ടുപിടിച്ച ആളുടെ ഒരു സൈക്കോളജിക്കൽ മൂവ് ഉണ്ട്. അത് ഇപ്രകാരമാണ്. രണ്ടാമത് ചെയ്യുന്ന സമയത്ത് ഒരു സ്മൈലിയിലും കൂടുതൽ വരച്ചിരിക്കും, ഓവർ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഗെയിം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിങ്ങളുടെ കയ്യുടെ വേഗതയെ മൈൻഡിനകത്ത് ഞാൻ ടെൻഷൻ കയറ്റി കുറയ്ക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ
19 17 10 5 6 7 8 അപ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യും? ഈ ശബ്ദത്തിന്റെ പുറകെ നിങ്ങളുടെ മൈൻഡ് യാത്ര ചെയ്യും. അപ്പൊ നിങ്ങളുടെ വേഗത കുറഞ്ഞു. രണ്ടാമത്തേതിന് ഞാൻ മിണ്ടിയില്ല. മിണ്ടാതിരുന്നപ്പോഴാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. മക്കളെ, ചില സമയങ്ങളിൽ ശാന്തമായിട്ടിരിക്കുമ്പം മാത്രമേ, ലോകത്തിന്റെ ശബ്ദം കേൾക്കാതിരിക്കുമ്പോൾ മാത്രമേ ദൈവത്തെ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് എന്റെ ചിന്തയെ ഞാൻ അവസാനിപ്പിക്കുക. ഒന്ന്, യോശിയാവ് എ സെർച്ച്. രണ്ട്, ദി റിഫോമർ. ഒരു പരിഷ്കർത്താവായിരുന്നു യോശിയാവ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, 26-ാമത്തെ വയസ്സിൽ തെറ്റിനെതിരെ പോരാടിയവൻ. 16-ാമത്തെ വയസ്സിൽ അവൻ അന്വേഷിച്ചു. 26-ാമത്തെ വയസ്സിൽ ആ രാജാവ് തെറ്റെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചു. ജീവനുള്ള ദൈവത്തിനെ മാത്രം ആരാധിക്കാൻ ഈ രാജാവ് കാര്യം പറഞ്ഞു. നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ജീവപുസ്തകത്തെ തിരിച്ചെടുത്തു. എന്നിട്ട് ആ ജനത്തെയും കൊണ്ട് ഒരു സത്യം ചെയ്യിപ്പിച്ചു. ആ സത്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കാവൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വർഷത്തെ ഈ കൺവെൻഷന്റെ സമാപനത്തിലേക്ക് പോകുമ്പോൾ ഒരു ടെസ്റ്റിമണി ഉണ്ട് യോശിയാവിന്റെ. അത് മാത്രം ഒന്ന് വായിക്കാമോ? 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് വേദപുസ്തകമുള്ളവർ, മോള് മുമ്പിലേക്ക് വരാമോ? ഈ വാക്യം ഒന്ന് കേട്ടോണം. യോശിയ രാജാവിന്റെ ഒരു വലിയ സാക്ഷിയാണ്. 23-ാം അധ്യായം 25-ാം വാക്യം. 2 രാജാക്കന്മാർ 23-25. അവനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല. പിമ്പെ ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. താങ്ക് യു മോളെ. ഈ രാജാവിനെ കുറിച്ച് ഒരു സാക്ഷിയാ. താങ്ക് യു. ഈ രാജാവിനെ കുറിച്ച് ഒരു ജനം പറയുന്ന സാക്ഷിയാ. ഇങ്ങനെ ഒരു രാജാവ് ഇസ്രായേൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? 16-ാമത്തെ വയസ്സിൽ ദൈവത്തെ അന്വേഷിച്ചു. 26-ാമത്തെ വയസ്സിൽ ഒരു പരിഷ്കർത്താവായി ദൈവത്തിനു വേണ്ടി മാറി. ഈ വലിയ സഭയുടെ മക്കളെ, നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുള്ളത്, ഈ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളായി മുൻപോട്ട് യാത്ര ചെയ്യണം. ഒരു കൊച്ചു വീഡിയോയുടെ കാണിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. യോശിയാവ് ഒരു സീക്കറാണ്, ഒരു റിഫോമറാണ്. ആർ യു റെഡി ഫോർ എ ചേഞ്ച്? ധൈര്യമുണ്ടോ ഒരു മാറ്റത്തിന്? ആർ യു റെഡി ഫോർ എ ചേഞ്ച്? എ കോൾ ടു ബി എ ചേഞ്ച് ഇൻ യുവർ ഹൗസ്. നിങ്ങളുടെ വീട്ടിൽ ഈ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറാമോ? എൻ്റെ ഒരു ചോദ്യം ഇതാണ്. രാവിലെ വൈകിട്ടും വിശുദ്ധ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ ഈ മഹാ ഇടവകയിലുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഈ പ്രിയപ്പെട്ട അച്ഛൻ ഇവിടെ നടത്തുന്നത് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇന്ന് വൈകിട്ട് മുതൽ ഈ യോശിയാവിനെ പോലെ ഈ ദൈവത്തിന്റെ മക്കളായി, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്യും. മനസ്സിലൊരു തീരുമാനം എടുത്തോണം: വേദപുസ്തകവും പ്രാർത്ഥനയും. 2, എ കോൾ ടു ബി ചേഞ്ച് ഇൻ എ സ്കൂൾ. നിങ്ങൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ചില മക്കൾ ചിലതൊക്കെ പറയുമ്പം കൂട്ടത്തിൽ നിന്ന് വെക്കരുത്. ഓർത്തോണം, കർത്താവിന്റെ മക്കളാ നിങ്ങൾ. എ കോൾ ടു ബി ചേഞ്ച് among friends, a call to be changed in the society, and call to be changed in our sabha. റിഫോമറായി മാറാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിക്കറ്റ് കളി കാണുന്നവർ എത്ര പേരുണ്ട്? താങ്ക് യു. ഈ ക്രിക്കറ്റ് കളി കണ്ട ആരെങ്കിലും ഉണ്ടോ? താങ്ക് യു. ഞാനും ഞങ്ങളുടെ കുടുംബമായിട്ടായിരുന്നു കണ്ടേ. ഇപ്പൊ എൻ്റെ മക്കളെ ഞാൻ ക്രിക്കറ്റ് കളി പഠിപ്പിച്ചുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം കളി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ കൊച്ചിരുന്ന് ഭയങ്കര കരച്ചില്.
അഭിഷേക് ഔട്ടായിരുന്നു. നിലവിളിച്ച് കരയുവാണ്, ഔട്ടായിപ്പോയി. പക്ഷെ ഈ കളി കണ്ട സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. സെക്കൻഡ് ബാറ്റ് ആയിരുന്നു ഇന്ത്യ. അപ്പൊ ഞാൻ ഈ കളി ഫസ്റ്റ് കണ്ടപ്പോഴേ തീരുമാനിച്ചു തോറ്റു. തിരികെ പോയി കിടന്നു കുറച്ച് സമയം. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം വന്നപ്പം എൻ്റെ പിള്ളേരിന്ന് കാണുന്നുണ്ട്. അവിടെയാണ് ഈ ആളിനെ എനിക്ക് കിട്ടിയത്. ഇയാളുടെ പേര് പറയാമോ? എന്തുവാ? ജെമിമ റോഡ്രിഗസ്. ഞാൻ നോക്കുമ്പോ ഈ പുള്ളിക്കാരി ഓരോ റൺസ് അടിക്കും, അന്നേരം മേളിലോട്ട് നോക്കും, എന്തൊക്കെയോ പറയും. ഞാൻ വിചാരിച്ചു ഈ പുള്ളി ഇനി തെറി പറയുമായിരിക്കും. സീരിയസ്ലി ഞാൻ വീട്ടിൽ പറഞ്ഞു ഇവിടെ ടെൻഷൻ അടിച്ചിട്ട് തെറി പറയുമായിരിക്കും. എന്നാൽ ഏറ്റവും ലാസ്റ്റിൽ കമന്ററി ഒരു ചോദ്യം ചോദിച്ചു, ജമീമ എന്താ പറഞ്ഞേ? Firstly, I want to thank Jesus because I couldn't do this on my own. I know He carried me through today. I want to thank my mom, my dad, my coach, and every single person who just believed in me throughout this time. But towards the end, I was just quoting one scripture from the Bible because I had lost energy. I was very tired. I was drained. But one scripture that says, just stand still and God will fight for you. And that's what I did. I just stood there and He fought for me. താങ്ക് യു. അടിച്ചു വെച്ചാ കൈ. ജെമിമ റോഡ്രിഗസ് തന്റെ ടെൻഷന്റെ മുമ്പിൽ അവൾ വല്ലാതെ പതറി നിൽക്കുമ്പോൾ അവൾ തെറിയല്ല വിളിച്ചത്. അവൾ മുകളിലോട്ട് നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞത്, ജസ്റ്റ് സ്റ്റാൻഡ് സ്റ്റിൽ, ഐ വിൽ ഫൈറ്റ് ഫോർ യു. ജസ്റ്റ് സ്റ്റാൻഡ് സ്റ്റിൽ, ഐ വിൽ ഫൈറ്റ് ഫോർ യു. മക്കളെ, ഈ ദൈവത്തിനെ അന്വേഷിച്ചിറങ്ങുമ്പം പ്രശ്നങ്ങളുടെ ഒരു പെരുമഴ പെയ്ത്തുണ്ടാകും. അന്നേരം മോശയുടെ ദൈവം നിങ്ങളുടെ ദൈവമായി കൂടെ കാണും. നിങ്ങളൊരു റിഫോമറായിട്ട് മാറുമ്പം പ്രശ്നങ്ങളായിരിക്കും നിങ്ങളുടെ മുമ്പിൽ. അന്നേരം പറയും, സ്റ്റാൻഡ് സ്റ്റിൽ, ഐ വിൽ ഫൈറ്റ് ഫോർ യു. സർവശക്തനായ ദൈവം തമ്പുരാൻ ഈ ടെക്നായി പറയുന്ന ഒരു മോട്ടോ ഇത് മാത്രമാണ്. ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ പടുകുടിയിൽ നിൽക്കുന്ന മാതാപിതാക്കളെ, പഠിത്തത്തെ കുറിച്ച് ആകുലപ്പെടുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്റ്റാൻഡ് സ്റ്റിൽ, ഉറച്ചു നിന്നോ, അവൻ ചില വഴികൾ തുറന്നു തരിക തന്നെ ചെയ്യും. കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. യോശുവാവിന്റെ ജീവിതം നമ്മളെ ഈ ദിവസം വെല്ലുവിളിച്ചു എന്ന് വിചാരിക്കട്ടെ. എട്ടാം വയസ്സിൽ രാജാവായി, 16-ാമത്തെ വയസ്സിൽ അവനൊരു അന്വേഷകനായി ഇറങ്ങി. അന്വേഷിച്ചത് സർവശക്തനായ ദൈവത്തെ. 26 വയസ്സായപ്പോൾ അവനൊരു റിഫോമറായി ഒരു ജനതയെ മുഴുവൻ ദൈവത്തിങ്കിലേക്ക് നയിച്ചു. ഈ കാലത്ത് നമ്മൾ അന്വേഷിക്കുന്നത് എന്താകുന്നു എന്ന് നമ്മൾ കണ്ടു, കേട്ടു. നമ്മുടെ ജീവിതത്തിന്റെ ചില പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വല്ലാതെ പതറി നിൽക്കുമ്പോൾ ഈ ദൈവം മാത്രമേ നമുക്ക് തുണയായി കൂടെ കാണൂ. ഈ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒരിക്കൽ കൂടി ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. നേരുനീരാ നീണ്ട ഓടും ഭാഗ്യങ്ങൾ നിന്റെ ഗീതം പോലെ നിത്യം തീടേണമേ. എന്റെ ഗീതം പോലെ എൻ പിതാവേ യഹോവേ, നിന്റെ ഗീതം പോലെ നിത്യം
ഈടേണമേ. ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് യാത്ര ചെയ്യുവാൻ തീരുമാനമെടുത്ത ആ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എന്നിട്ട് ഇപ്രകാരം പറയാമോ? വി ആർ എ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഞങ്ങൾ യേശുവിന്റെ പൈതലാ, ഞങ്ങൾ യേശുവിന്റെ പൈതലാ എന്ന് മനസ്സിലൊന്ന് പറയാമോ? ഞങ്ങൾ യേശുവിന്റെ പൈതലാ, ഞങ്ങൾ യേശുവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന പൈതങ്ങളാ. ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സമർപ്പണത്തിന്റെ അടയാളമായി നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഈ പാട്ട് നമ്മൾ പാടുവാനായിട്ട് പോവാം. ഇതാണ് തീരുമാനമെങ്കിൽ അഗ്നിമേഘ തൂണുകളാൽ നീ ഞങ്ങളെ നിറച്ചുകൊള്ളണമേ. നമുക്ക് ചേർന്ന് പാടാം. അഗ്നിമേഘ തൂണുകളാൽ അടിയാൽ നടത്തി അനുദി അപ്പനെ കാക്ഷിക്കുകേ ഗീതം പോലെ എൻ പിതാ എന്നെ ഗീതം പോലെ നിത്യം നാടേ. ഞങ്ങളെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ദൈവമേ, നീ ഞങ്ങളെ ഇപ്രകാരം ഈ മഹാ ഇടവകയുടെ കൺവെൻഷൻ കുട്ടികളുടെ ഒരു വലിയ സംഗമമായി ഞങ്ങളെ ഈ പന്തലിനകത്തേക്ക് നീ കൂട്ടിക്കൊണ്ടുവന്ന ഒരു ദൈവമാകയാൽ സ്തോത്രം. ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് നീ ഞങ്ങളെ വിളിച്ചോതിയതോർത്ത് സ്തോത്രം. ദൈവത്തിന്റെ മക്കൾ എന്തിനെ അന്വേഷിക്കണം? ദൈവത്തിന്റെ മക്കൾ എപ്രകാരമുള്ള ജീവിതം നയിക്കണം? യോശുവ രാജാവിന്റെ ജീവിതത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങൾ ദൈവത്തെ മാത്രം അന്വേഷിപ്പാൻ, ഈ ലോകത്തിൽ പല ചതിക്കുഴികളുണ്ട്. ഈ ലോകത്തിൽ അന്വേഷണത്തിനായിട്ട് പല മേഖലകളിലേക്ക് യുവത്വം തിരിയുമ്പോൾ ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുവാൻ വെല്ലുവിളിച്ചതോർത്ത് സ്തോത്രം. അപ്രകാരം ഈ ദൈവത്തെ അന്വേഷിപ്പാൻ ഇടവരുത്തണമേ. ഞങ്ങളിൽ നീ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അങ്ങയുടെ ദൗത്യമാ. അത് ചെയ്യുവാൻ കോളേജുകളിൽ, സ്കൂളുകളിൽ, ഭവനങ്ങളിൽ, തിരുസഭകളിൽ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന എല്ലാവർക്കായി സ്തോത്രം. അനുഗ്രഹിക്കണമേ. സംബന്ധിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. തീരുമാനമെടുത്തതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാം. താങ്ക് യു വെരി മച്ച്. ആരെയും ബോറടിപ്പിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക. താങ്ക് യു.